പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 1992 മുതൽ 2002 വരെയുള്ള ബികോംകാരുടെ പാർട്ട് 3 വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാവരും റിസൾട്ടുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതിൽ ഭൂരിഭാഗം ആളുകളും പാസ്സായിട്ടുണ്ട്. പക്ഷേ അപൂർവം ചില ആളുകൾ മാത്രം ചില വിഷയങ്ങളിൽ തോറ്റുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ്. തോറ്റുപോയിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റുക. നേരത്തെ പരീക്ഷ എഴുതിയിട്ട് പാസ്സായി, പക്ഷേ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയിട്ടില്ല, അല്പം കൂടി മാർക്ക് കിട്ടുമായിരുന്നു എന്നൊക്കെ കരുതുന്ന ആളുകൾക്കും റീവാലുവേഷൻ അപേക്ഷിക്കാം. പേപ്പറുകളിൽ തോറ്റവർക്ക് മാത്രമല്ല റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റുക, ജയിച്ചവർക്കും അപേക്ഷിക്കാം. ജയിച്ചവർക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അവർക്കും റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ പാസ്സായിരിക്കുന്ന ആളുകൾ ഇനി റീവാലുവേഷന് കൊടുത്ത് വെറുതെ പൈസ കളയണമെന്നില്ല. പക്ഷേ തോറ്റിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റീവാലുവേഷന് കൊടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത്. ഇനി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷ എപ്പോഴാണ് വരിക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊന്നും പറയാൻ പറ്റില്ല. ഇനി വരുമോ എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വന്നേക്കും, പക്ഷേ വരികയാണെങ്കിൽ തന്നെ അനേകം വർഷങ്ങൾ എടുത്തുനിന്ന് വരും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തോറ്റിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ, ഒരു ചെറിയ പ്രതീക്ഷ എന്ന നിലയ്ക്ക് ഏക മാർഗം റീവാലുവേഷന് കൊടുക്കുക എന്നുള്ളതാണ്. റീവാലുവേഷന് കൊടുത്തു എന്നതുകൊണ്ട് മാർക്ക് കൂടിക്കൊള്ളണമെന്ന് വ്യവസ്ഥയൊന്നുമില്ല. റീവാലുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നേരത്തെ നോക്കിയിരുന്ന അധ്യാപകനിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അധ്യാപകന് നിങ്ങളുടെ ആൻസർ പേപ്പർ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും നോക്കിപ്പിക്കുന്ന രീതിയാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം സൂക്ഷ്മമായത് പരിശോധിക്കും. നേരത്തെ നോക്കിയ അധ്യാപകൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ പരിശോധിക്കും. അതാണ് റീവാലുവേഷൻ പ്രധാനമായും ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിട്ടുള്ള മാർക്ക് പ്രസിദ്ധീകരിക്കും. ഇതാണ് റീവാലുവേഷൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടുമായിരുന്നു എന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന ആളുകൾ, അതേസമയത്ത് കിട്ടാതെ പോവുകയും തോറ്റുപോവുകയും ചെയ്തിട്ടുള്ള ആളുകൾ റീവാലുവേഷൻ അപേക്ഷിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് യൂണിവേഴ്സിറ്റി മാർക്ക് കൂട്ടിത്തരുന്ന രീതിയൊന്നുമില്ല. നിങ്ങൾ ആവശ്യത്തിന് മാത്രം എഴുതിയിരുന്നു, എന്നിട്ടും അതിനനുസരിച്ചുള്ള മാർക്കുകൾ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് റീവാലുവേഷന് അപേക്ഷിക്കേണ്ടത്. ഓക്കെ, പിന്നെ തോറ്റിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന സ്ഥിതിക്ക് ആകപ്പാടെ ഒരു പ്രതീക്ഷയുള്ളത് റീവാലുവേഷൻ ഒരു പക്ഷേ ഭാഗ്യമുണ്ടായെങ്കിൽ അങ്ങനെ മാർക്ക് കൂടി കിട്ടിയാൽ പാസ്സായേക്കാം എന്നൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടതുള്ളൂ. കൂടുതൽ മാർക്കിന് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മാർക്ക് ഇട്ട് തരാനും സംവിധാനമുള്ളൂ. അല്ലാതെ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ മാർക്ക് കൊടുത്തേക്കാം അങ്ങനെയൊരു സംവിധാനമൊന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിലും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് റീവാലുവേഷന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാർക്ക് കൂടാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് റീവാലുവേഷൻ അപേക്ഷിക്കേണ്ടത്. റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിന് 840 രൂപയാണ് ഒരു പേപ്പറിൻ്റെ ഫീസ്. പിന്നെ 45 രൂപ അപ്ലിക്കേഷൻ ഫീസായിട്ടും കൊടുക്കണം. അപ്പോൾ എത്ര പേപ്പറാണോ അത്രയും പേപ്പർ ഇൻറ്റു 840 പ്ലസ് 45 എന്ന നിലയ്ക്കാണ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. റീവാലുവേഷൻ്റെ ഫീസ് അടയ്ക്കേണ്ടത്. അതായത് 2 പേപ്പറുള്ള ഒരാൾ 840 ഇൻറ്റു 2 പ്ലസ് 45. 3 പേപ്പറിന് റീവാലുവേഷൻ അപേക്ഷിക്കുന്ന ഒരാൾ 3 ഇൻറ്റു 840 പ്ലസ് 45 നിലയ്ക്കാണ് ഫീസ് അടയ്ക്കേണ്ടത്. അത് ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റൻറ്റ് വെബ് പേയ്മെൻറ്റ് സിസ്റ്റം വഴി റീവാലുവേഷൻ ഫീസ് അടയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓഫ്ലൈൻ ഫീസ് അടച്ച് കിട്ടുന്ന റെസിപ്റ്റ് ഉപയോഗിച്ചിട്ട് വേണം അപ്ലിക്കേഷൻ കൊടുക്കാൻ. അപ്ലിക്കേഷനും ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സംവിധാനമില്ല, ഓഫ്ലൈനായിട്ടാണ് കൊടുക്കേണ്ടത്. ഓഫ്ലൈനായിട്ട് കൊടുക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഫോമുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മാത്രവുമല്ല, ഫോം അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടുന്ന് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തരാം. റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിലും അതും ഞാൻ ഇവിടുന്ന് ചെയ്തു തരാം. ജനുവരി 15-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ജനുവരി 15-ന് മുമ്പ് നിങ്ങൾ ഫീസ് അടച്ച് അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കണം. ഓക്കെ, അങ്ങനെയാണ് റീവാലുവേഷൻ അപേക്ഷിക്കാൻ സാധിക്കുക. നിങ്ങളുടേത് ന്യൂമറിക്കൽ രജിസ്റ്റർ നമ്പർ ആയിരുന്നതുകൊണ്ട് ഡിജിറ്റലൈസ്ഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഓഫ്ലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരുന്നത്. ഓഫ്ലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജനുവരി 15-ന് മുമ്പ് ഫീസ് അടച്ച് അപ്ലിക്കേഷൻ ഫോം യൂണിവേഴ്സിറ്റിയിൽ എത്താവുന്ന തരത്തിൽ വേണം കൊടുക്കാൻ.
ഇനിയിപ്പോൾ ഇതിന് ഡേറ്റ് നീട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണഗതിയിൽ റീവാലുവേഷൻ്റെ ഡേറ്റ് നീട്ടാറില്ല. ഓക്കെ, അപ്പോൾ ജനുവരി 15 മുമ്പ് തന്നെ നിങ്ങൾ റീവാലുവേഷൻ അപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് പേപ്പറിനാണോ റീവാലുവേഷൻ അപേക്ഷിക്കുന്നത് ആ പേപ്പറിൻ്റെ വിവരങ്ങളും ചേർത്ത് പൂരിപ്പിച്ച് ഒപ്പിട്ടതിന് ശേഷം നിങ്ങളുടെ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി അതിൻ്റെ കൂടെ വെച്ചേക്കുക. വേണമെങ്കിൽ ഒരു ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി കൂടി അതിൻ്റെ കൂടെ വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കുകയോ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുകയോ വേണം. ജനുവരി 15 മുമ്പ് കിട്ടാവുന്ന തരത്തിൽ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ.